ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 19 ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാർ 14 അധ്യായം. ഇവിടെ മുമ്പ് നമ്മൾ വായിച്ചു വന്നതും മുമ്പ് ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തവുമായി. അതായത് ശൗൽ രാജാവിൻ്റെ കാലത്ത് 12 ഗോത്രങ്ങളോട് ചേർന്ന് ഒറ്റ രാജ്യമായിരുന്നു. ശേഷം ദാവീദിൻ്റെ കാലത്ത് ഈ 12 ഗോത്രങ്ങളും ചേർന്ന് ഒറ്റ രാജ്യമായിരുന്നു. അതിനുശേഷം ശലോമോൻ്റെ കാലത്തും 12 ഗോത്രങ്ങളും കൂടി ചേർന്ന് ഒറ്റ രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് 2 രാജ്യങ്ങൾ നിലവിൽ വന്നു. വടക്ക് ഇസ്രയേലും തെക്ക് യഹൂദായും. യഹൂദായുടെ ഒരു ഗോത്രമാണെങ്കിലും ബെന്യാമീൻ ഗോത്രവും യഹൂദായുടെ കൂടെ ഉണ്ട്. അപ്പോൾ 10 ഗോത്രം വടക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പേരിലും തെക്ക് ഒരു രാജ്യം, അത് 2 ഗോത്രങ്ങളെ വെച്ചിട്ട് യഹൂദ എന്ന പേരിൽ നിലവിൽ വന്നു. പക്ഷേ ഈ ബെന്യാമിൻ ഗോത്രത്തിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് കയറി വരും. പക്ഷേ ആ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. തൽക്കാലം നമുക്ക് യഹൂദ എന്ന് പറഞ്ഞ് തന്നെ അങ്ങോട്ട് പോകാം. യഹൂദ ഗോത്രം മാത്രം എന്ന കണക്കിന് അതിൽ ബെന്യാമിൻ ഉൾപ്പെട്ട് വരും. ഇവിടെ ഈ യൊരോബെയാമിൻ്റെ, അതായത് വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളുടെ രാജാവ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ തെറ്റും, രാജാക്കന്മാർ തമ്മിൽ തെറ്റും. അത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് 2 രാജാക്കന്മാർ ഇസ്രായേൽ രാജാവായ യൊരോബെയാമിൻ്റെ 10-ാം ആണ്ടിൽ എന്നൊക്കെ പറയുമ്പം അതെല്ലാം കൺഫ്യൂസ് ആവും. അതുകൊണ്ട് ഒരു ശ്രദ്ധ ഇതിനകത്ത് വേണം എന്നുള്ളതാണ്. അപ്പം യൊരോബെയാമിൻ്റെ മകൻ അസുഖം ബാധിച്ച് കിടപ്പിലായി. അപ്പോൾ യൊരോബിൻ്റെ ഭാര്യയോട് യൊരോബെയാം പറയുകയാണ്, നീ ആളറിയാതെ വേഷം മാറി ശീലോവിൽ പോകണം, അവിടെ ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ട്. അപ്പം അവിടെ അങ്ങോട്ട് പോകുന്നതിനെല്ലാം തടസ്സം നിന്ന് എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പോൾ തനിക്കൊരു ആവശ്യം വന്നപ്പോൾ അഹിയ പ്രവാചകൻ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അത് യഹോവയുടെ പ്രവാചകനാണല്ലോ. ഇവിടുന്ന് ഇസ്രായേൽ ജനത്തിനെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ച 2 കാളക്കുട്ടികളുണ്ട്. പക്ഷേ ഇവിടെ അഹിയ പ്രവാചകൻ യഹോവയുടെ പ്രവാചകനാണ്. അപ്പോൾ തനിക്ക് ആവശ്യം വന്നപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ്, നിൻ്റെ കയ്യിൽ കുറച്ച് 10 അപ്പം കുറേ അടകളും ഒക്കെ എടുത്ത് നീ രഹസ്യമായിട്ട് നീ എൻ്റെ ഭാര്യയാണെന്ന് അറിയാതെ അവിടെ പോകാൻ പറയും. അങ്ങനെ അവിടെ ചെന്ന് അഹിയാവ് നല്ല പ്രായമായിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ദൈവം അഹിയാവിനോട് പറഞ്ഞിരുന്നു, യൊരോബെയാമിൻ്റെ ഭാര്യ തൻ്റെ മകനെക്കുറിച്ച് ചോദിപ്പാൻ നിന്നോട് വരുന്നുണ്ട്, അവൻ്റെ മകൻ ദീനമായി കിടക്കുകയാണെന്നൊക്കെ പറയാം, നീ ഇന്ന കാര്യങ്ങളൊക്കെ അവളോട് സംസാരിക്കണമെന്ന് പറയും. അവൾ വാതിലെടുത്ത് അകത്ത് കടന്നു യഹിയ പ്രവാചകനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വന്നു, ശീലോവിൽ വന്നു. മുറിക്കകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് കടക്കുമ്പോൾ അഹിയാവ് അത് അറിഞ്ഞിട്ട്, യൊരോബെയാമിൻ്റെ ഭാര്യയെ അകത്ത് വരിക, നീ ഒരു അന്യ സ്ത്രീ എന്ന് നടിക്കുന്നത് എന്തിന്? അപ്പം ഷോക്കായി കാണും യൊരോബെയാമിൻ്റെ ഭാര്യയ്ക്ക്. പക്ഷെ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നതിന് കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യൊരോബെയാമിനോട് പറയേണ്ടത്, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി രാജ്യത്വം ദാവീദ് ഗൃഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ള മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എൻ്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ എൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഇതാ, ഞാൻ യൊരോബെയാമിൻ്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തി യൊരോബെയാമിനുള്ള സ്വതന്ത്രനോ അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെ ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കളയുന്നത് പോലെ യൊരോബെയാമിൻ്റെ ഗൃഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും. യൊരോബെയാമിൻ്റെ സന്തതി പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീയോട് വീണ്ടും പറഞ്ഞു, ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോക, നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും. ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും. അപ്പോൾ അമ്മയോടാണ് പറഞ്ഞു വിടുന്നത്, തൻ്റെ ഈ കുട്ടിയുടെ അപ്പനായ തൻ്റെ ഭർത്താവ് ചെയ്ത അന്യായങ്ങൾക്കും അനർത്ഥങ്ങൾക്കും ദോഷങ്ങൾക്കും ദൈവവിരുദ്ധമായ കാര്യങ്ങൾക്കും ഉള്ള ശിക്ഷയായിട്ടാണ് ഇത് കേൾക്കുന്നത്. പട്ടണത്തിൽ ചെന്ന് കാലെടുത്ത് വെക്കുമ്പം
ആ കുഞ്ഞ് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ പട്ടണത്തിൽ പോകാതിരിക്കണം, ആ സ്ഥലത്തേക്ക് പോകാതിരിക്കണം, അല്ലെങ്കിൽ അത് നേരിടാനുള്ള മനസാന്നിധ്യത്തോടെ അവിടേക്ക് ആ പട്ടണത്തിലേക്ക് തൻ്റെ നാട്ടിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് ബാക്കി പറയുന്നത്, ഇസ്രായേലൊക്കെയും ആ കുട്ടിയെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും. യൊരോബെയാമിൻ്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യൊരോബെയാമിൻ്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. അവനന്ന് യൊരോബെയാമിൻ്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ ഇസ്രായേൽ അശേര പ്രതിഷ്ഠകൾ ഉണ്ടാക്കി യഹോവയെ കോപിച്ചതുകൊണ്ട് ഓട വെള്ളത്തിലാടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യ യൊരോബെയാമിൻ്റെ പാപനിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും. ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും എന്നാറെ യൊരോബെയാമിൻ്റെ. എന്നിട്ട് അത് ഇത്രയും കേട്ടു. അത് കഴിഞ്ഞിട്ട് യൊരോബെയാമിൻ്റെ ഭാര്യ എഴുന്നേറ്റ് തിർസായിൽ വന്നു. അരമനയുടെ ഉമ്മറപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചുപോയി. യഹോവ തൻ്റെ ദാസനായ അഹിയ പ്രവാചകൻ മുഖേന അരുളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു. ഇസ്രായേലൊക്കെ അവനെക്കുറിച്ച് വിലാപം കഴിച്ചു. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടാകുന്ന സംഭവം. ഈ സംഭവത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ യൊരോബെയാം 22 വർഷം രാജാവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ മരിച്ചു. അവൻ്റെ മകനായ നാദാബ് അവന് പകരം രാജാവായി. അപ്പം വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ഒന്നാമത്തെ വിഭക്ത ഇസ്രായേലിൽ ഒന്നാമത്തെ രാജാവ് യൊരോബെയാം. ഇപ്പം രണ്ടാമത് നാദാബ്, യൊരോബെയാമിൻ്റെ മകൻ നാദാബ് അവന് പകരം രാജാവായിരിക്കുകയാണ്. മകൻ തന്നെ രാജാവായി. ഇപ്പുറത്ത് രഹബെയാം വാഴുന്ന യഹൂദയിലെ കാര്യമാണ് ഇനിയും പറയുന്നത്. യഹൂദ രാജ്യത്ത് രഹബെയാം വായിച്ചു തുടങ്ങിയപ്പോൾ 41 വയസ്സായിരുന്നു. യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരുശലേമിൽ 17 സംവത്സരം കാണും. അപ്പം എന്നിട്ട് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് യഹൂദ ചെയ്തു എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം യൊരോബെയാമിൻ്റെ കീഴിലായിരുന്ന വടക്കേ രാജ്യമായ ഇസ്രായേലിൽ മാത്രമല്ല, അവിടെ കാളക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയതാണ് ദൈവം എന്ന് പറയുന്ന ഭാഗത്ത് മാത്രമല്ല, തെക്ക് യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ പുരോഹിതന്മാരുള്ള ആ സ്ഥലത്തും അവർ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാണ് കാണുന്നത്. എങ്ങനെയാണ് അവർ ദൈവത്തെ ക്രുദ്ധിപ്പിച്ചത്, അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിച്ചത്, കോപിപ്പിച്ചത് എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിന് കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. രെഹബെയാം രാജാവിൻ്റെ 5-ാം ആണ്ടിൽ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിന് ചെറിയ പണി ദൈവം കൊടുത്തു എന്ന് വേണം കരുതാൻ. മിസ്രൈം രാജാവായ ശീശക്ക്, ഈജിപ്റ്റ് രാജാവായ ശീശക്ക് യെരുശലേമിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. എന്നിട്ട് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു കൊണ്ടുപോയി. മൊത്തം എല്ലാം കൊണ്ടുപോയി. പൊൻപരിചകൾ ഉണ്ടായിരുന്നൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതിന് പകരം രെഹബെയാം രാജാവ് അവിടെ താമ്രം കൊണ്ട് പരിചയം ഉണ്ടാക്കി വെച്ചു. രാജധാനി കാവൽ നിൽക്കുന്ന അകമ്പടിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം സമൃദ്ധമായിരുന്ന ഭണ്ഡാരത്തിലെ സാധനങ്ങളൊക്കെ സ്വർണത്തിൽ അല്ലെങ്കിൽ പൊൻപരിചകളും എല്ലാം കൊണ്ടുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. ഇതെല്ലാം യൊരോബെയാമിൻ്റെ കാര്യമായാലും രെഹബെയാമിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ശൗല് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ രാജാക്കന്മാരുടെ കാര്യവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ, ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നും കൂടെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുത്ത് അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുസ്തകങ്ങളിൽ ഇതൊക്കെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ എഴുത്ത് അതാത് സമയത്ത് അത് രേഖപ്പെടുത്തിപ്പോയത് കൊണ്ട് നമുക്കത് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നു. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ അങ്ങനെ രെഹബെയാമിൻ്റെ കാലത്തും അല്ലെങ്കിൽ യൊരോബെയാമിൻ്റെ കാലത്തും ഒക്കെ അങ്ങനെയൊക്കെ വൃത്താന്ത പുസ്തകങ്ങൾ എഴുതി വെച്ചു. രെഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ
യൊരോബെയാമിനും മാത്രമല്ല, ഇസ്രായേലിനും യഹൂദയ്ക്കും എന്ന് വേണം നമ്മളതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ. രെഹബെയാമും മരിച്ചു, ദാവീദിന്റെ നേരത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അബിയാം തെക്കേ രാജ്യമായ യഹൂദായിൽ രെഹബെയാമിന് പകരം രാജാവായി. അപ്പം തെക്കേ രാജ്യത്ത് യഹൂദ ഗോത്രത്തിലുള്ള ആൾ തന്നെയാണ് ഇപ്പോഴും രാജാവ്. ദാവീദ് യഹൂദ ഗോത്രത്തിലുള്ളവനായിരുന്നു, ശലോമൻ യഹൂദ ഗോത്രത്തിലുള്ളവനായിരുന്നു, രെഹബെയാം യഹൂദ ഗോത്രത്തിലുള്ളവനാണ്. ഇപ്പോൾ അബിയാമും യഹൂദ ഗോത്രത്തിനുള്ളവനാണ്. അതാണ് നമ്മൾ 1 രാജാക്കന്മാർ 14 വായിച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരും രാജ്യവും ശ്രദ്ധയോടെ വായിച്ചു പോകേണ്ടതാണ്. 2 രാജ്യങ്ങൾ, 2 തമ്മിൽ മിക്സായി പോകും. അപ്പോൾ യഹൂദയിലിപ്പോൾ രാജാവുണ്ട്, ഇസ്രായേലിൻ്റെ രാജാവുണ്ട്. ആകെ രാജാക്കന്മാരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഉള്ള രാജാക്കന്മാരുടെ എണ്ണം നോക്കുന്നത് 1 ശൗല്, 2 ദാവീദ്, 3 ശലോമോന്, 4 രെഹബെയാം, 5 യൊരോബെയാം, 6 പിന്നെ ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്, നാദാബ്, 7 അബിയാം. അപ്പോൾ 7 രാജാക്കന്മാർ ഇപ്പോൾ ഇസ്രായേലിൽ, വിഭക്ത ഇസ്രായേലിലും അവിഭക്ത ഇസ്രായേലിലും ആകെ 7 രാജാക്കന്മാർ ഇതുവരെയായി. എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഈ രാജാക്കന്മാർ ആദ്യം ആ 3 രാജാക്കന്മാരുടെ അവിഭക്ത ഇസ്രായേലിൽ ഒരുമിച്ച് എഴുതി തരാം. അത് കഴിഞ്ഞിട്ട് ഇടതുവശത്ത് യഹൂദായും വലതുവശത്ത് ഇസ്രായേലുമായിട്ട് ഒരു ലിസ്റ്റ് എഴുതി താഴോട്ട് പോയാൽ മൊത്തം രാജാക്കന്മാരാരെന്നും ആ രാജാക്കന്മാരുടെ പേരുകളും അറിയാൻ പറ്റും. ഒരു ബുക്കെടുത്ത് അത് എഴുതി തുടങ്ങുന്നത് അതിൻ്റെ ഒരു സൗകര്യമായിരിക്കും. പിന്നെ ഇതെല്ലാം പുറകോട്ട് നോക്കി ഇതെല്ലാം പരിശോധിക്കുന്നതിനേക്കാളും ഇപ്പോൾ തന്നെ അത് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഒന്നുകൂടെ കേട്ട് അത് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം. അവിടെ ഈ യിരെമ്യാ പ്രവാചകൻ ഫ്രീ ആയി അല്ലെങ്കിൽ സ്വതന്ത്രനായി ഇരിക്കുകയാണ്. എങ്കിലും ഈ പടയാളികളൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ യിരെമ്യാ പ്രവാചകനും ബന്ധനസ്ഥനായി കൊണ്ടുപോകപ്പെടുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നെബൂസറദാന് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ നിന്ന് നീ ഇദ്ദേഹത്തോട്, അതായത് യിരെമ്യാ പ്രവാചകനോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയും. അപ്പം അങ്ങനെ യിരെമ്യാവോട് പറയുകയാണ്, നിന്റെ ദൈവമായ നെബൂസറദാൻ യിരെമ്യാവോട് പറയുന്നതാണ്. അത് എന്തെന്നാൽ, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തു. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അനർത്ഥമെല്ലാം ദൈവം അരുളി ചെയ്ത പോലെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നെബൂസറദാൻ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് നെബൂസറദാൻ യിരെമ്യാവോട് പറയുന്നു. യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇതാ നിൻ്റെ കയ്യിലുള്ള ചങ്ങല ഞാൻ അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിലേക്ക് പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരാ, ഞാൻ നിന്നെ പരിപാലിക്കും, നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോകുവാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട. ഇതാ ദേശമൊക്കെ നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യമായി തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. പിന്നെയും എന്നിട്ട് ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാൻ്റെ മകനെ അഹീക്കാമിൻ്റെ മകൻ ഗെദല്യാവിൻ്റെ അടുക്കൽ ചെന്ന് നീ അവനോടുകൂടെ ജനത്തിൻ്റെ മധ്യേ പാർക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മുന്തിരിത്തോട്ടങ്ങളെല്ലാം പരിപാലിക്കാനൊക്കെ കുറേ ആൾക്കാർ, വലിയ മെച്ചപ്പെട്ടതല്ലാത്ത എന്നാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള പിന്നെ നിസാരന്മാരായ ആൾക്കാർ ഒക്കെയും വിട്ടിട്ട് കൊള്ളാവുന്നവരെല്ലാം കൊണ്ടുപോയി അവിടെ അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഗെദല്യാവിനെയാണ് ഇപ്പം ഏൽപ്പിച്ചിരിക്കുന്നത്. ഗെദല്യാവിനെയാണ് ഇവിടെ ഒരു എന്താ പറയുക, ഒരു അധികാരിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗെദല്യാവിൻ്റെ അടുക്കൽ പോയി പാർത്തോളം പറയും. അപ്പം അങ്ങനെ ദേശത്തിൻ്റെ ഇടയിൽ പാർത്തു. യിരെമ്യാവ് മിസ്പായിൽ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്തിൽ ശേഷിച്ചിരിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. അപ്പോൾ ഇവിടെ ഈ ഗെദല്യാവിനെ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിനെ ദേശാധിപതിയാക്കിയെന്നും അല്ലെങ്കിൽ ദേശാധിപതി ആയെന്നും മനസ്സിലാക്കിയിട്ട് ഓടിപ്പോയിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു വന്ന് അവിടെ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ ആധിപത്യത്തിന് കീഴിൽ
അവർ വന്ന് താമസിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇപ്പം ദേശം ഒരു കണക്കിന് സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. യെരുശലേം ദേവാലയം ത്തിന് കേടുപാടുകളുണ്ടായി, മതിലൊക്കെ ഇടിച്ചു കളഞ്ഞു, ഒക്കെയും സംഭവിച്ചു. ഇന്ന് ഒരു ദൈന്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ ശത്രു സൈന്യം നേരിട്ടൊരു ആക്രമണത്തിലോ നിരോധനത്തിലോ അല്ല, മറിച്ച് അല്പം സ്വാതന്ത്ര്യത്തിൽ ആയിരിക്കുന്ന സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് ഭയക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓടിപ്പോയിരുന്ന യഹൂദ ജനമൊക്കെയും തിരിച്ചു വന്ന് ഗദല്യാവിൻ്റെ കീഴിൽ അടങ്ങിപ്പാർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വേറെയും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആൾക്കാർ എഴുന്നേറ്റ് വന്ന ഈ ഗദല്യാവിനെതിരെ കൂട്ടം കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശമായ കാര്യമായി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഗദല്യാവ് ഇവരോട് പറയുന്നുണ്ട്, കൽദയർക്ക് കീഴടങ്ങി ഇവിടെ തന്നെ ആയിരുന്നാൽ നമുക്കത് നല്ലതാണ്, അതുകൊണ്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഗദല്യാവ് പറയുന്നത്. കാരണം യിരെമ്യാ പ്രവാചകൻ്റെ വാക്കുകൾ തന്നെയാണ് ഗദല്യാവും ഈ ജനത്തോട് പറയുന്നത്. പക്ഷേ അതിനെ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. കുറച്ച് പ്രമാണിമാരായിട്ടുള്ള യുവാക്കളൊക്കെ അവർ ഗദല്യാവോട് സംസാരിക്കാനൊക്കെ വരുന്നതും ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. മൂന്നാമത്തെ വായനാഭാഗം വളരെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളിലൂടെയാണ് ഈ വായനാഭാഗം കടന്നു പോകുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ്. 15-16 അധ്യായങ്ങൾ നാളെ വായിക്കുന്നതോടുകൂടി മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു തീരും. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 11-ാം അധ്യായത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹായുടെ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഉത്സവമാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഈ സമയത്ത് യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതിന് ആലോചിക്കുകയാണ്. പക്ഷേ ജനത്തിൽ കലഹം ഉണ്ടാതിരിക്കാൻ ഉത്സവത്തിൽ വേണ്ട എന്നും അവർ പറയുന്നുണ്ട്. പിന്നെ യേശുക്രിസ്തു മുമ്പോട്ട് പോകുമ്പം ഒരു കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ സ്വച്ഛ ജഡമാംസിതയിലും, ഇത് വളരെ മെച്ചപ്പെട്ട ഇത് കാണുന്നത് നമ്മുടെ ഹിമാലയത്തിലൊക്കെയാണ് ഈ ഹെർബ് കാണുന്നതെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിന് കേമപ്പെട്ട അത്രയും ഉയർന്ന സ്ഥലത്ത്, കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലും പ്രത്യേകമായി ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഇന്ത്യയിൽ ഉണ്ട്, ഇന്ത്യയിൽ നമ്മുടെ ഹിമാലയത്തിലുണ്ട്. അവിടെ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നൊരു തൈലമാണ്. അപ്പോൾ അത് ഭയങ്കര വിലയുമാണ് ഇതിന്. അത് എടുത്ത് യേശുക്രിസ്തുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ തൈലത്തിൻ്റെ വെറും ചിലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശ് വിറ്റ് ദരിദ്രർ കഴിയുമായിരുന്നല്ലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ക്രിസ്തു പറയുന്നത്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ. മാത്രമല്ല ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണേലും നന്മ ചെയ്യാം. അപ്പോൾ ഇത് എടുത്ത് നന്മ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. അപ്പോൾ ഞാനും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ലല്ലോ. അപ്പം എൻ്റെ അടക്കത്തിന് മുന്നോടിയായി ഇത് അവൾ എൻ്റെ ദേഹത്ത് തളിച്ചു അല്ലെങ്കിൽ ഒഴിച്ചു എന്നിരിക്കട്ടെ. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിച്ചിടത്തെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അത് നമ്മൾ ഇന്നും വായിച്ചല്ലോ. ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഇന്നും വായിക്കുന്നവരുടെ മുമ്പിൽ ഈ ചെയ്ത യേശുക്രിസ്തു പറഞ്ഞ കാര്യം അതുപോലെ സംഭവിക്കാൻ ആ സ്ത്രീയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീയെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുകയാണ്. പിന്നെ യൂദ എന്ന് പറഞ്ഞ ഇസ്കരിയോത്ത യൂദ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, അവനെ കാണിച്ചു തരാം, ക്രിസ്തുവിനെ കാണിച്ചു തരാം എന്ന് പറയുന്നു. അവർക്ക് സന്തോഷമായി. അവർ പറഞ്ഞു, നിനക്ക് പണം തരാം എന്ന് പറഞ്ഞു. അവന് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഇപ്പം പുരോഹിതന്മാരും ശാസ്ത്രിമാരും മാത്രമല്ല, ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ഒരുവനും കൂടെ എങ്ങനെയാണ് ഇതിലേക്ക് ആനയിക്കാം, എങ്ങനെയാണ് ഒന്ന് റെഡിയാക്കിയെടുക്കാം, ക്രിസ്തുവിനെ അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവസാനത്തെ പെസഹ നമ്മൾ ഓർക്കുന്നുണ്ട്. മിസ്രയീം ജനം, വർഷം എത്ര നൂറ്റാണ്ടുകളായെന്ന് ഓർക്കണം. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വേർതിരിച്ചു കൊണ്ടുവരുന്ന ആ രാത്രി ദൈവം ഒരു ഊനമില്ലാത്ത ആടിനെ എടുക്കാനും അതിനെ യാഗമായി എടുത്ത് കട്ടളമേലും കുറുമുടിമേലും അതിൻ്റെ രക്തമെടുത്ത് പുരട്ടുവാനും സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ആ രക്തമുള്ള വീടുകളെ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ആ രാത്രിയുടെ ഓർമ്മയാണ് ഈ പെസഹ.
അതിന്നും കൃത്യമായി ആ ജനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് യേശുക്രിസ്തു ഇപ്പോൾ ഈ ഒരു പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നത്. ശിഷ്യന്മാരെ അയച്ചു, 2 പേരെ അയച്ചു. അവർ മുമ്പോട്ട് വരുമ്പം ഒരു മനുഷ്യനെ കാണും. നിങ്ങൾ ആ മനുഷ്യനോട് കുടം ചുമന്നുകൊണ്ട്, അതാണ് അടയാളം, കുടം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരും. ആ മനുഷ്യനോട് ചോദിക്കണം, ഗുരു ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള ശാല എവിടെയാണെന്ന് ചോദിക്കണം. അപ്പോൾ അവിടെ വിരിച്ചൊരുക്കിയ ഒരു പന്മാളിയെ കാണിച്ചു തരും. അവിടെ പെസഹ ഒരുക്കാനാണ് ശിഷ്യന്മാരോട് പറയുന്നത്. പക്ഷേ അവർ അതുപോലെ ചെയ്തു. അവരെല്ലാവരും 12 പേരും വന്നു. അവിടെ ഭക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടി ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിന് അത് അറിയാമായിരുന്നു, കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ക്രിസ്തു പരസ്യമായിട്ട് ആ 12 പേരുടെ മുമ്പിൽ വെച്ച് അത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഒരുവൻ പന്തരുവൽ എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. പക്ഷെ അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടമായ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു എന്നും ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ആ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർ കൊടുത്തു. ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിക്കുക, അല്ലെങ്കിൽ കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം. അപ്പോൾ പുതിയ നിയമത്തിലുള്ള രക്തമെന്നാണ് വേറെ എഴുത്തുകൾ കാണുന്നത്, സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ അനേകർക്ക് വേണ്ടി ചൊരിയുന്നതിനുള്ള പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് നമ്മൾ. അപ്പോൾ ആ ഒരു രക്തത്തിലൂടെ ഒരു പുതിയ നിയമം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പഴയ നിയമവും പുതിയ നിയമവും എന്നൊക്കെ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും മനുഷ്യർ ചേർത്ത് വെച്ചതല്ല ഇത് പുതിയ നിയമമൊന്നും പഴയ നിയമമൊന്നും രണ്ടാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് യേശുക്രിസ്തുവിൻ്റെ നാവിലൂടെ വന്നതാണ്. നമ്മളത് പിന്നീട് ഇതൊരു പഴയ നിയമം പുതിയ നിയമമായിട്ട് ഇതിനെ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ യാഗം എന്നൊരു കാര്യം പഴയ നിയമത്തിലുണ്ട്. ആ യാഗം യേശുക്രിസ്തുവിലൂടെ നിർത്തലാക്കപ്പെടുകയാണ്. അതാണ് അവിടുത്തെ ഒന്നാമത്തെ ഒരു കാര്യം. ഇനി യാഗങ്ങളില്ല, യാഗം യേശുക്രിസ്തുവിലൂടെ അവസാനിക്കുകയാണ്. സകല യാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ യാഗത്തിന് മുന്നോടിയായിട്ടുള്ള, അല്ലെങ്കിൽ അതൊക്കെയും നിഴലുകളായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം എന്ന പൊരുളായിരിക്കുന്ന, അത് യഥാർത്ഥം സംഭവിക്കുന്ന യാഗത്തിലേക്കുള്ള ചൂണ്ടുവിരലുകളായിരുന്നു എല്ലാ യാഗങ്ങളും. അപ്പോൾ അങ്ങനെ ആ നിയമം അവിടെ ഇല്ലാതായി. അപ്പോൾ ആ പുതിയ നിയമം യേശുക്രിസ്തു സ്ഥാപിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ നാവിലൂടെ തന്നെ വരുന്ന വാക്കിൽ നിന്നാണ് ഇതൊരു പുതിയ നിയമമായി മാറുന്നത്. പിന്നെ അവർ അവിടുന്ന് പിരിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നത്. വേറൊരു കാര്യം ക്രിസ്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകും എന്നും ക്രിസ്തു അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നത് എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് പ്രസിദ്ധമായ ഈ രാത്രി തന്നെ 2 വട്ടം കോഴി കൂകുമ്പോൾ നീ 3 വട്ടം എന്നെ, മറ്റുള്ള വായനാഭാഗങ്ങളിലൊക്കെ ഒക്കെ നീ 3 വട്ടം ഈ രാത്രിയിൽ എന്നെ തള്ളിപ്പറയുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞത് 2 വട്ടം കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഇത് നമ്മൾ പൊതുവെ പറയുന്ന ചില സംഭാഷണത്തിലൊക്കെയും വരുന്ന രീതികളിലാണ്. നീ 3 വട്ടം തള്ളി പറയാനായി ഇന്ന് 2 വട്ടം കോഴി പോകുന്നതിന് മുമ്പ് എന്ന് ക്രിസ്തു ഒരു ഉറപ്പോട്ട് കാര്യം പറയുകയാണ്. നിന്നോട് ഇവിടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയുകയില്ല എന്നും പത്രോസ് പറയുന്നുണ്ട്. എന്നിട്ട് യാക്കോബിനെയും പത്രോസിനെയും യാക്കോബിനെയൊക്കെ യോഹന്നാനെയും കൂട്ടി പോയി പ്രാർത്ഥിക്കാനും കരയാനും ഉള്ളം കലങ്ങി അതിദുഃഖമായിരിക്കുകയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാൻ, നിങ്ങൾ ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കഴിയുമെങ്കിൽ ആ നാഴിക, അതായത് എൻ്റെ മരണം നീങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും ദൈവമേ അങ്ങേക്ക് കഴിയും, ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ. എങ്കിലും അവിടെ തന്നെ ആ പ്രാർത്ഥന ദൈവഹിതമായൊരു പ്രാർത്ഥന ആയിരുന്നില്ല, മറിച്ച് അപ്പം തന്നെ യേശുക്രിസ്തു ആ വാക്കുകൾ തിരുത്തുകയാണ്. എങ്ങനെയാണ്? പിതാവേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല അങ്ങ് ഇച്ഛിക്കുന്നത് നടക്കട്ടെ, ആകട്ടെ എന്ന് പറയാണ്. പിന്നെ നോക്കിയത് പത്രോസും ശിമോനും ഒക്കെ ഉറങ്ങുന്നത് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിരുന്നു. അപ്പോൾ പരീക്ഷ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള പത്രോസിനുള്ള പരീക്ഷ വരുന്നുണ്ട്. പത്രോസ് കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ആര് തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയുകയില്ല എന്ന് ക്രിസ്തു പറയുകയും ചെയ്യുന്നു. നീ ഇന്ന് രാത്രി 2 വട്ടം കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തന്നെ തള്ളി പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പരീക്ഷ വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. ആ പരീക്ഷയിൽ ജയിക്കുവാൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമുക്കും ആവശ്യം, നമ്മളും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ
നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം അവിടെ പറയുന്നത് ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമാണ്. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു പിന്നെയും അവരാക്കിയിട്ട് വീണ്ടും പോയി പ്രാർത്ഥിച്ചു. ഏത് വചനം? നേരത്തെ പറഞ്ഞ വചനം, അങ്ങേക്ക് എൻ്റെ മരണം മാറ്റുവാൻ കഴിയും, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും പോയി പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ വീണ്ടും വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ട് വീണ്ടും ക്രിസ്തു പോയി അതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ചു. മൂന്നാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങിക്കൊള്ളുക, മതി, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽപ്പിൻ നാം പോകാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. വഴിയിൽ വെച്ചിട്ട് യൂദായും മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ എന്നിവർ അയച്ച പുരുഷാരം, അവർ നേരിട്ട് വരുന്നില്ല, അവരയച്ച ഒരു പുരുഷാരവും വാളും പടിയുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവർ അവനെ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു, അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്നവർക്കൊരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഇത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് അവിടെ റോമറല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോഴും റോമർ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. റോമറുടെ മുമ്പിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഈ സ്വന്തം ജനം തന്നെ, അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിലെ, അല്ലെങ്കിൽ ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദായിലെ പുരോഹിതന്മാരും പ്രമാണിമാരും തന്നെയാണ് ഈ കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ആ അയച്ച ആൾക്കാരാണ് ഇപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നത്. ക്രിസ്തു ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തു ഇവിടെ നമ്മൾ കാണുന്നില്ല, പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പരസ്യമായി തന്നെയാണ് ഞാൻ ഇരുന്നത്, അപ്പോഴൊന്നും എന്നെ പിടിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ആളും പടിയുമായിട്ടൊക്കെ എന്നെ പിടിക്കാൻ വരാൻ ഞാൻ അത്തരത്തിലുള്ള ആളല്ല, പരസ്യമായി എല്ലാവരുടെ മുമ്പിലും ഉണ്ടായിരുന്നവല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടത് ഇതൊക്കെയും സംഭവിക്കുന്നത് ക്രിസ്തു പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ശിഷ്യന്മാരിലൊരുത്തന് ഈ വന്ന ഒരുത്തൻ്റെ ദാസൻ്റെ കാതിനെ വെട്ടി. പക്ഷേ ആ യേശുക്രിസ്തു ആ കാത് സൗഖ്യമാക്കുന്നതൊക്കെയും നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അത്, കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വരുന്നുവോ, ഞാൻ ദിവസേന ദൈവാലയത്തെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോട് കൂടി ഇരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല, എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവർത്തി വരേണ്ടത് ഇങ്ങനെ. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ അതുണ്ട്. താങ്ക് യു. എന്നിട്ട് അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ്റെ അടുക്കൽ മഹാപുരോഹിതൻ, മൂപ്പന്മാരും ശാസ്ത്രന്മാരും എല്ലാവരും വന്ന് കൂടിയിരുന്നു. പത്രോസ് എന്നിട്ട് അപ്പോൾ യേശുവിനെ കൊല്ലേണ്ടതിന് പല കാര്യങ്ങൾ അവർ അന്വേഷിക്കുകയാണ്, എന്ത് വഴിയുണ്ട് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇവർ പറയുന്ന പല ന്യായങ്ങളും ഒത്തുവരുന്നില്ല. സാക്ഷ്യം അന്വേഷിച്ചു കണ്ടില്ല താൻ. അനേകർ അവൻ്റെ നേരെ വന്ന് കള്ളസാക്ഷ്യം പലതും പറഞ്ഞു, പക്ഷേ സാക്ഷ്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയായില്ല. വേറൊരുത്ത് പറഞ്ഞു, ഇവൻ മന്ദിരം പൊളിച്ചു 3 ദിവസം കൊണ്ട് പണിയും എന്ന് പറഞ്ഞു. എന്നിട്ടും, അതായത് ഈ ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയും എന്ന് അത് പറഞ്ഞ കാര്യമാണ്, അത് കള്ളസാക്ഷ്യമല്ല, അത് ശരിയായി പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടും അതും സാക്ഷ്യം അങ്ങോട്ട് ശരിയായില്ല, അത് ഏറ്റില്ല. എന്നിട്ട് മഹാപുരോഹിതൻ ഒരു കാര്യം വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവോ എന്ന് ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്ന യേശു ക്രിസ്തു അപ്പോൾ വായ തുറന്ന് സംസാരിച്ചു, ഞാനാകുന്നു, മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ ആ കീ പോയിന്റ് കിട്ടുന്നത്. യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്താനുള്ള യഥാർത്ഥ വസ്തുത ലഭിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ദൈവദൂഷണം പറഞ്ഞു എന്നാണ്. നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ അങ്ങനെ ഒരു വന്ധ്യനായവനൊരു പുത്രനില്ല, അവരുടെ വിശ്വാസത്തിൽ അതില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ പറയാൻ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞാൽ അതിലപ്പുറം അവനെ കുറ്റം വിധിക്കാൻ, അവരുടെ ന്യായപ്രമാണപ്രകാരം കുറ്റം വിധിക്കാൻ വേറൊരു കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ അവരുടെ പറയുന്നതനുസരിച്ച് അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറിയെന്നാണ്. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് കാര്യം? നമ്മുടെ വാഗുകൊണ്ട് നമ്മുടെ ചെവി കൊണ്ട് തന്നെ അവൻ്റെ ദൈവദൂഷണം നമ്മൾ കേട്ടുവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്.
അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും അവിടെ നിന്നവരെല്ലാവരും കൂടെ വിളിച്ചു പറഞ്ഞു. ചിലവർ അവനെ തുപ്പി മുഖത്ത് മുഷ്ടി ഉരുട്ടി കുത്തി, പ്രവചിക്കാം, നിന്നോട് അത് പ്രവചിക്കാതെ പുറകിൽ നിർത്തും കുത്തിയിട്ട് വരാണ്, ആരാണ് നിന്നെ അടിച്ചതെന്ന് പറ എന്നാണ് ഈ പറയുന്നത്, പ്രവചിക്കാം എന്നവനോട് പറഞ്ഞു. അങ്ങനെ ഇതിന് ശേഷമാണ് ഈ പത്രോസിന് പറ്റിയ ഒരു കാര്യം അവിടെ പറയുന്നത്. പത്രോസ് ഒരിടത്ത് വന്നിരിക്കുന്നു. അപ്പോൾ പറയുന്നു, നീയും ആ നസ്രായനോട് യേശുവിനോട് കൂടെ അല്ലേ എന്നൊരു സ്ത്രീ പറയുന്നു. നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ 3 പ്രാവശ്യം പറയുന്നുണ്ട്, 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്, എനിക്കറിയില്ല, നീയും ഗലീലക്കാരനല്ലോ, അവൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ ഭാഷയും അത് ഒക്കെ പറയും. അപ്പം നമ്മളത് ഇവിടെ വായിക്കുന്നില്ലെങ്കിലും പറയുന്നുണ്ട്. അവൻ പിന്നെയും തള്ളി പറഞ്ഞു, അങ്ങനെ തള്ളി പറയുന്നുണ്ട്. എന്നിട്ട് അത് ഈ ഭാഗത്തിന് 3ാമത് ആ സ്ത്രീ, നീയും ആ കൂട്ടരിൽ ഒരുവൻ തന്നെ സത്യം, ഗലീലക്കാരനല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും എനിക്കറിഞ്ഞൂടെ, നിങ്ങൾ എന്തോന്ന് പറഞ്ഞു എപ്പോഴും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല, ഈ തരത്തിലായിരിക്കും ആ 3ാമത്തെ ഭാഗത്ത് അത് പോയത്. അപ്പോൾ അങ്ങനെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി 2ാമതും കൂകി. കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അതിനെക്കുറിച്ച് വിചാരിച്ച് കരഞ്ഞു. അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു ആഘാതമുണ്ടായ ഒരു സംഭവം വേറെയില്ല. പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനായി ഞാൻ മാറിയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്ന് ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതിന് സമാനമായ ഒരു സംഭവം ഇവിടെ നടന്നതുപോലെ തന്നെ ഈ 3 പ്രാവശ്യം എന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് 3 പ്രാവശ്യം തന്നെ ക്രിസ്തു അതിനൊരു പരിഹാരം കാണുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് മുമ്പോട്ടുള്ള വായനയിൽ, ഈ നാളത്തെ വായനയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഗതിയും കൂടെ അത് പത്രോസിനെ നീതീകരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ് യേശു തന്നെ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. 3 വായനാ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തിരി വേഗത്തിൽ പോയിട്ടുണ്ട്, കൂടുതൽ സമയമെടുത്തിട്ടുണ്ട്. ഒക്കെയും നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.